കേരളത്തിലെ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് ഏലക്കായ, ഏലം. ഇത് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയകളിൽ, തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്, ധാരാളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ കറിക്കൂട്ടുകളിൽ മാത്രമല്ല ചേർക്കുന്നതിനർത്ഥം. ഓക്കെ, ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എലക്ടാറിയ കാർഡമം എന്നാണ്. ജിഞ്ചിബറേസെ ഫാമിലിയാണ്. ഏലം എന്ന് തന്നെയാണ് സംസ്കൃതത്തിലും മലയാളത്തിലും വിളിക്കപ്പെടുന്നത്. നമ്മുടെ ഇടുക്കി, മൂന്നാർ, മറയൂര്, ശാന്തമ്പാറ, രാജാക്കാട് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. നല്ല ഈർപ്പം വേണം, വളക്കൂറുള്ള മണ്ണായിരിക്കണം, ഇടവളയായിട്ട് കൃഷി ചെയ്യാവുന്ന തണല് വേണമെന്ന് അർത്ഥം. ഇനി ഇതിന്റെ ചില ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. അതായത് രസഗുണ വിഭാഗങ്ങൾ. അതായത് കടു മധുര രസത്തോട് കൂടിയതാണ്. മധുര വിഭാഗമാണ്, ശീതവീര്യമാണ്. ഗുണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ലഘുരൂക്ഷ ഗുണങ്ങളോട് കൂടിയതാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇത് ഔഷധത്തിനായിട്ടും കറിക്കൂട്ടുകൾക്കായാലും നമ്മൾ ഇതിന്റെ ഇലത്തരിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഇത് വാത, പിത്ത, കഫദോഷങ്ങളെയും ത്രിദോഷങ്ങളെയും ശമിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ശരീരതാപം ക്രമീകരിക്കുന്നതിന്, അതായത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായകരമാവുന്നുണ്ട്. വായുനാറ്റം ശമിപ്പിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഛർദി, വോമിറ്റിംഗ് സെൻസേഷൻ, നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി, അരുചി, രുചി അറിയായിക, വായിക്ക് കൈപ്പുരസം തോന്നുന്ന അവസ്ഥ, അതുപോലെ കാസശ്വാസങ്ങൾ, ചുമയും കഫക്കെട്ടും ആസ്മയും ഇത്തരം പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകളെല്ലാം ചികിത്സിക്കുന്നതിന് തയ്യാറാക്കുന്ന ഔഷധങ്ങളിൽ ഏലക്കായ ചേർത്ത് വരുന്നുണ്ട്. ഏലത്തരി തനിയെയും ഒരു ഒറ്റമൂലി പോലെ ഇത്തരം അവസ്ഥകൾ നമുക്ക് പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ മൂത്രകൃച്ചർ സംബന്ധമായ, കിഡ്നി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകളുള്ള ഔഷധങ്ങൾക്ക്, കിഡ്നി സ്റ്റോണ് അത്തരം അവസ്ഥകളിൽ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോഴും അതിൽ ഏലക്ക ചേർത്ത് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചില പൊടിക്കൈകളും പ്രതിപാദിക്കാം. ഏറ്റവും ആദ്യം പറയാനായിട്ട്, കലശലായ യൂറിനറി ബ്ലോക്കേജ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റും അത്തരം പ്രശ്നങ്ങളോടുകൂടെ തീർത്തും മൂത്രം പോകാത്ത അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി താൽക്കാലികമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു പൊടിക്കൈയാണ്. അതായത് ആൽക്കഹോൾ ചേർത്ത്, അല്പം ആൽക്കഹോളിൽ 2-3 ഏലക്കായ ഇടിച്ച് പൊടിച്ചിട്ട് അത് കഴിക്കുന്നത് ആ യൂറിൻ ബ്ലോക്ക് ചേർന്ന് മൂത്രം പുറപ്പെടുന്നതിന് സഹായകരമാകുന്നു. നിത്യേന ഉപയോഗിക്കാൻ പാടുള്ളതല്ല, വല്ലപ്പോഴും ഒരിക്കൽ അവശ്യഘട്ടത്തിൽ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് പ്രത്യേകിച്ച് ദഹനത്തകരാറ്, ഒരുപാട് അമിത ഭോജനം കൊണ്ടും ചോക്ലേറ്റും ഐസ്ക്രീമും ദഹനത്തകരാറ്, ദഹനക്കേടുകൾ ഉണ്ടാക്കുന്ന തരം ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിച്ചിട്ട് ഈ ഓക്കാനം, ഛർദി, രുചി അറിയായിക, വിശപ്പില്ലായ്മ, ഭക്ഷണം വേണ്ടായിക ഇത്തരം അവസ്ഥകളുണ്ടല്ലോ. ഇത് ഇത്തരക്കാർക്ക്, പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അമിത ഭോജനം, ദഹനശക്തി അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക, ഇതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുപോലെ യാത്രകളിലൊക്കെ ഛർദിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ വയറ് ശരിയല്ലാത്തതുകൊണ്ടും ആമാശയത്തെ ആശ്രയിച്ച് കഫം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കഫത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട് ഈ ഏലക്കയുടെ പ്രയോഗം. ഏലക്കായ പൊടിച്ച്, ഏലത്തരി പൊടിച്ച് തേനും കൂടെ ചേർത്ത് ചാലിച്ച് കൂടെ പലവട്ടമായിട്ട് കഴിക്കുന്നത് ഈ ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ദഹനത്തകരാറ്, രുചി അറിയായിക ഇത്തരം അവസ്ഥയിൽ പ്രയോഗിക്കാവുന്നതാണ്. ഇൻഡൈജഷനൊക്കെ ആയിട്ട് കൊടുക്കുന്ന കാർബണേറ്റീവ്സ്, അലോപ്പതി മെഡിസിൻസ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇതിന്റെ ഏലത്തരിയുടെ എക്സ്ട്രാക്ട്സ് ആഡ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഈ വായുക്ഷോഭം ഉണ്ടായിട്ട് വായു വിലങ്ങി നിന്നിട്ട് നെഞ്ചിലൊക്കെ പിടുത്തവും വേദനയും, കലശലായ വേദനയൊക്കെ അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് രാത്രിയിലൊക്കെ വീട്ടിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഏലത്തരിയും തിപ്പലി വേരും കൂടെ പൊടിച്ചിട്ട് നെയ്യിൽ ചാലിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വാദികമായിട്ട് വാദം വർദ്ധിച്ച് ഉണ്ടാവുന്ന ഹൃദയശൂല, നെഞ്ചിൽ ഉണ്ടാവുന്ന വേദന താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് ഒരു പൊടിക്കൈ പോലെ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ഈ ദഹനക്കേട് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ആമാശയത്തെ ആശ്രയിച്ച് കഫക്കെട്ട് ഉണ്ടായിട്ട് ദഹനം ശരിക്കും നടക്കാതെ ഓക്കാനവും ഛർദിയും ഒക്കെ കൂടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 1-2 ഏലക്കായ ചതച്ചിട്ട് ഇളനീരിൽ കലക്കിയിട്ട് അത് കുടിക്കുക. അപ്പൊ ആ ക്ഷീണമൊക്കെ പോകുന്നതിനും, അഗ്നിദീപ്തി ഉണ്ടാകുന്നതിനും, കഫം ക്ഷയിക്കുന്നതിനും, അതുവഴി ഛർദിയും ഓക്കാനൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് സൈസ് അനുസരിച്ചും സ്ഥാനത്തിനനുസരിച്ചൊക്കെ ഔഷധങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കുടിക്കാനായിട്ട് ഒരു പാനജലം കൊടുക്കുന്നതിന് പകരം അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ 1-2 ഏലക്കായ ഒരു ഇളനീര് പൊട്ടിച്ച് ഒരു രാത്രി മുഴുവൻ അതിലിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആ ഇളനീര് കുടിക്കുക. ഏലക്കായ ചവച്ചരച്ച് കഴിച്ച് അതിന്റെ മീതി ഇളനീര് കുടിക്കുന്നത് പതിവായിട്ട് ഒരു 3 ആഴ്ചയൊക്കെ പതിവായിട്ട് കഴിക്കാമെങ്കിൽ കിഡ്നി സ്റ്റോൺ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാകുന്നു. ഇതിന്റെ കൂടെ കിഡ്നി സ്റ്റോണിന് വേണ്ടതായ ഔഷധങ്ങളും കൂടെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കഴിക്കണം. ദോഷസ്ഥിതിക്ക് അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുക. അതിന്റെ കൂടെ ഏലക്കായ ചതച്ചിട്ട് ഒരു ഇളനീരിൽ ഇട്ട് വെക്കുക. ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആ ഏലക്കായ ചവച്ചരച്ച് മീതെ ആ ഇളനീര് കഴിച്ച് ആ ഇളനീരിന്റെ കാമ്പും കഴിക്കുന്നത് നല്ലതാണ്. പതിവായിട്ട് ഒരു 3 ആഴ്ച മുതൽ 41 ദിവസം വരെ കഴിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ശമനം ലഭിക്കുകയുള്ളൂ. ഈ രീതിയിലൊക്കെ ഏലക്കായ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പൊടിക്കൈ പോലെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാ വീടുകളിലും ലഭ്യമാണ്. അടുക്കളയിൽ കറികൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ വീടുകളിലും ഉണ്ടാവും. തൽക്കാലത്തേക്ക് ഒരു പൊടിക്കൈ പോലെ ഈ രീതിയിലൊക്കെ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.